പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഇനി എന്താണ് നീക്കം? ഇന്നലെ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാമെന്നതായിരുന്നു നേരത്തെ ധാരണയെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് നീക്കം എന്ന ആകാംക്ഷയും ആശങ്കയും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളായ വാൾ സ്ട്രീറ്റ് ജേണലും CNN-ഉമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതെന്നാണ് വിവരം. എന്നാൽ ഇത് അമേരിക്കയോ ഇറാനോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് വിമാനം മാറി യാത്ര ചെയ്തത് വലിയ വാർത്തയായിട്ടുണ്ട്. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണെന്നും ട്രംപ് പറഞ്ഞതോടുകൂടി ഈ വാർത്തകളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ശരിയാണോ എന്ന വലിയ ഒരു ചോദ്യം ഉയരുക കൂടിയാണ്. എന്തായാലും ഹിറ്റ് ലിസ്റ്റിലാണ് താൻ എന്ന കാര്യം ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം നടന്നോ, അതോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വഴിതിരിച്ചുവിടാൻ അമേരിക്ക തന്നെ മനഃപൂർവ്വം ചമയ്ക്കുന്ന വാർത്തകളാണോ ഇത് എന്നൊരു സംശയമാണ് ഉയരുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയാൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതോടെ ഇരുപക്ഷവും ഭീഷണികളും ആക്രമണങ്ങളും പരസ്പരം കൈമാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരുന്നു. അതേസമയം ഇറാനിൽ US ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ അടുത്തിടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് US-ന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ ആഴ്ചയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നതാണ് ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും 2 അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നു. വാൾ സ്ട്രീറ്റ് ജേണലും സമാനമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉയരുന്ന അഭ്യൂഹങ്ങൾ പല വിധത്തിലാണ്. ട്രംപിനെ വധിക്കാൻ സാധ്യതയുള്ള പദ്ധതികളെക്കുറിച്ച് സമീപ ആഴ്ചകളിൽ US സ്ഥിരമായി ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇസ്രയേലിൽ നിന്നുള്ള മുന്നറിയിപ്പ് പക്ഷേ പുതിയതാണെന്നും പ്രത്യേക ഗൂഢാലോചന ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കണമോ വേണ്ടയോ എന്ന് ട്രംപ് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഇസ്രയേൽ റിപ്പോർട്ട് എന്ന് മറ്റൊരു US ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു എന്നും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ ഒരു നിർണായക ഘട്ടമാണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്. ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ അവശേഷിച്ചിരിക്കുന്നു. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്ത് എന്നൊരു ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ അത് വഴിതിരിച്ചു വിടാനുള്ള ഇസ്രയേലിന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളായിട്ടാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നീക്കത്തെ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. 2020 ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഉന്നത ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ഇറാൻ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചേക്കാമെന്ന് US സർക്കാർ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ അമേരിക്ക ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇസ്രയേൽ US യുദ്ധത്തിന്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുമ്പോൾ അവിടെ ഈ സംസ്കാര ചടങ്ങിനിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ട്രംപിനെതിരെ വലിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർന്നിരുന്നു. ട്രംപിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ അവിടെ കണ്ടിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാവുകയും എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ ഒറ്റ ഷൂട്ടിൽ എല്ലാവരെയും കൊല്ലാം എന്നൊക്കെ വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയർന്നപ്പോൾ പോലും തിരിച്ച് അതേ ഭാഷയിലുള്ള മറുപടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വധഭീഷണി ഉയർന്നിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഇതിൽ ഒരു സൂചന ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എങ്ങനെയാണ് എന്നെ എന്ന അമേരിക്കൻ നേതാവിനെയാണ് അവർ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ഞാൻ ആ ലിസ്റ്റിലുണ്ട്. ഇന്ന് രാവിലെ താൻ അത് കണ്ടു. താൻ അവരുടെ എല്ലാ ലിസ്റ്റുകളിലുമുണ്ട്. ഇതുവരെ ഭാഗ്യത്തിന് താൻ രക്ഷപ്പെട്ടു. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിൽക്കില്ലായിരിക്കാം. ഇവർ ദുഷ്ടരും മാനസിക രോഗികളുമാണ്. ഈ ക്യാൻസർ നമുക്ക് തുടച്ചു നീക്കണം. ആ ക്യാൻസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ക്യാൻസർ നേരത്തെ തന്നെ നീക്കം ചെയ്യണം, അതാണ് എന്റെ തോന്നൽ.
ട്രംപ് ബുധനാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ പ്രസ്താവനയിൽ ഒരു ലിസ്റ്റ് താൻ കണ്ടുവെന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രയേലിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നത് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇസ്രയേലി രഹസ്യാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ വൈറ്റ് ഹൌസിനോട് വിശദീകരണം തേടിയപ്പോൾ ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ പരിശോധിക്കാനാണ് വൈറ്റ് ഹൌസിൽ നിന്ന് തിരിച്ച് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അതിനെ കൂട്ടിക്കെട്ടുമ്പോൾ കൃത്യമായും ഇത് ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയത് എന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇത് ഇസ്രയേലിന്റെ ഒരു തന്ത്രമായിരിക്കാം എന്ന തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അമേരിക്കയെ വഴിതിരിക്കാൻ അല്ലെങ്കിൽ അമേരിക്ക സമാധാനത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒഴിവാക്കാനുള്ള ഇസ്രയേൽ തന്ത്രം എന്ന നിലയിലും കാണുന്നുണ്ട്. എന്തായാലും ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടയാളാണ് താൻ എന്ന കാര്യം ട്രംപ് സ്ഥിരീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സംശയകരമായ നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് ഇറാനുമായുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയതിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് വരുമ്പോൾ ട്രംപിന്റെ വിമാനം മാറ്റിയിരുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഖത്തർ സമ്മാനിച്ച പുതിയ ആഡംബര ബോയിങ് 7478 വിമാനത്തിലായിരുന്നു. എന്നാൽ മടങ്ങിയത് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലും. ഇതോടെയാണ് ട്രംപിന്റെ യാത്രയും വിമാനത്തിൽ വരുത്തിയ പെട്ടെന്നുള്ള മാറ്റവും ചർച്ചയായത്. എന്തിനായിരുന്നു ട്രംപ് വിമാനം മാറ്റിയത്? സുരക്ഷാ ആശങ്കകളായിരുന്നോ ഇതിന് പിന്നിൽ? തുർക്കിയിൽ നിന്ന് UKയിലെ RAF മിഡൻ ഹാളിലേക്കുള്ള യാത്രയിലാണ് ഈ പെട്ടെന്നുള്ള മാറ്റം സംഭവിച്ചത്. വളരെ നാടകീയമായ മാറ്റം എന്ന നിലയിലൊക്കെയാണ് മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തത്. പുതിയ വിമാനത്തിന് പഴയ വിമാനങ്ങളെപ്പോലെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ സുരക്ഷാ ആശങ്ക കാരണമാണോ വിമാനങ്ങൾ മാറ്റിയതെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് വിമാനം മാറ്റിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പിന്നീട് പറഞ്ഞത് അമേരിക്കൻ സൈനികർക്ക് പുതിയ വിമാനം നേരിൽ കാണാനും ടൂർ നടത്താനും അവസരമൊരുക്കുന്നതിനാണ് അത് നേരത്തെ മിൽഡൻ ഹാളിലേക്ക് അയച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. വളരെ സാധാരണമായിട്ടൊരു കാര്യം പോലെ ട്രംപ് അതിനെ തള്ളിക്കളഞ്ഞു. താൻ മടങ്ങിയെത്തിയപ്പോൾ മിൽഡൻ ഹാളിൽ വെച്ച് പുതിയ വിമാനത്തിൽ കയറിയെന്നും ട്രംപ് പറയുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.